വിവാദ ചിത്രം കേരള സ്റ്റോറി 2വിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ബച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്നലെ ചിത്രം ഹൈക്കോടതി കാണുന്നതിൽ നിർമ്മാതാവ് എതിർപ്പ് അറിയിച്ചിരുന്നു. ചിത്രം വിലയിരുത്താനുള്ള അധികാരം സെൻസർ ബോർഡിനാണെന്നാണ് നിർമ്മാതാവ് വാദിച്ചത്. അതിനു മുകളിൽ ഹൈക്കോടതിയുടെ അധികാരം ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും നിർമ്മാതാവിന്റെ സത്യവാങ്മൂലത്തിൽ വാദിച്ചു. ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന ആവശ്യത്തെയും നിർമ്മാതാവ് എതിർത്തു. കേരള സ്റ്റോറിയെ എതിർത്തുകൊണ്ടുള്ള ഹർജികൾ നിലനിൽക്കില്ല എന്നതാണ് നിർമ്മാതാവും സെൻസർ ബോർഡും കോടതിയിൽ നിലപാടെടുത്തത്. എന്നാൽ ഹർജി നിലനിൽക്കുമോ എന്നത് കോടതിയാണ് പരിഗണിക്കുക എന്ന് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. നാളെയാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറെ വിവാദമായ കേരള സ്റ്റോറി 2വിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് ബച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്നലെ ചിത്രം ഹൈക്കോടതി കാണുന്നതിൽ ചിത്രത്തിന്റെ നിർമ്മാതാവ് എതിർപ്പ് അറിയിച്ചിരുന്നു. ചിത്രം വിലയിരുത്താനുള്ള അധികാരം സെൻസർ ബോർഡിനാണ് എന്നതാണ് നിർമ്മാതാവ് വാദിക്കുകയുണ്ടായിരുന്നത്. അതിനു മുകളിൽ ഹൈക്കോടതിയുടെ അധികാരം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നും നിർമ്മാതാവിന്റെ സത്യവാങ്മൂലത്തിൽ വാദിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന ആവശ്യത്തെയും ഈ നിർമ്മാതാവ് എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കേരള സ്റ്റോറിയെ എതിർത്തുകൊണ്ടുള്ള ഹർജികൾ നിലനിൽക്കില്ല എന്ന ഒരു വാദമാണ് നിർമ്മാതാവും അതുപോലെ തന്നെ സെൻസർ ബോർഡും കോടതിയിൽ ഒരു നിലപാടെടുത്തത്. എന്നാൽ ഈ ഹർജി നിലനിൽക്കുമോ എന്നത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടത് എന്നതാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കിയത്. നാളെയാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ചിത്രത്തിന്റെ റിലീസ് റദ്ദാക്കണമെന്നും അതുപോലെ തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ബച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്.